എൻ.എം. നെടുമങ്ങാട് ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരായ ഒന്നാമത്തെ പരാതിയല്ല, രണ്ടാമത്തെ പരാതിയല്ല, മൂന്നാമത്തെ പരാതിയാണ്. അതിലൊന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഡെലിവറിക്ക് ജനനേന്ദ്രിയത്തിൽ ഒരു കട്ടുണ്ടാക്കി, അത് ആയുഷ്കാല വേദനയിൽ ഇപ്പോഴും ചികിത്സയിലാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ കത്രിക ആഴത്തിൽ മുറിഞ്ഞുപോയി ഈ ബിന്ദു സുന്ദർ. എന്നിട്ട് മലദ്വാരത്തിൻ്റെ വെയിൻ കെട്ടായപ്പോൾ തെറിവിളിച്ചു എന്നാണ് അവർ പറയുന്നത്, ചീത്ത വിളിച്ചു എന്നാണ് പറയുന്നത്. അവിടെ കൈക്കൂലി വേണ്ടുവെന്ന് പറയുന്നുണ്ട് അവർ. ഈ കുഞ്ഞു മരിച്ച സംഭവം, ആ ദമ്പതികൾ കല്യാണം കഴിഞ്ഞ് കാലങ്ങളായി കാത്തിരുന്ന ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി കാത്തിരുന്നതാണ് കേട്ടോ. അതാണ് ലാസ്റ്റ് കൈ കൊടുത്തപ്പോഴത്തേക്ക് ജീവനറ്റ കുഞ്ഞിനെ കൊടുത്തു. ഗുരുതരമായ ഡോക്ടർ ഭാഗത്ത് പിഴവുണ്ടായി എന്നാണ് അന്വേഷണ റിപ്പോർട്ട്. എന്നിട്ടും അവർക്ക് വേണ്ടി 24 ജില്ലാ തലത്തിൽ OP ബഹിഷ്കരിക്കുക. അല്ലെങ്കിൽ തന്നെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഇവിടെ ബഹിഷ്കരണത്തിൽ നിൽക്കുകയാണ്. നെടുമങ്ങാട് ആശുപത്രി ഇപ്പോൾ OP ബഹിഷ്കരണമാണ്. എന്നിട്ട് ആറ്റുകാൽ പൊങ്കാൽ ഡ്യൂട്ടി ബഹിഷ്കരിക്കുക. ഇതാ സംഘടന കേരളത്തോട് നടന്ന യുദ്ധപ്രഖ്യാപനമല്ലേ ശ്രീ എൻ.എം. അരുൺ? തീർച്ചയായിട്ടുമല്ല. കേരളത്തിലെ സിസ്റ്റം ശരിയാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഡോക്ടർമാർ, അത് KGMI ഡോക്ടർമാരായാലും KGMCTA ഡോക്ടർമാരായാലും സിസ്റ്റം ശരിയാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്റ്റാഫ് വേണം, അവർക്ക് തടഞ്ഞു വെച്ച ശമ്പള ആനുകൂല്യങ്ങൾക്ക് വേണം, അതുപോലെ തന്നെ സ്റ്റേ ഡ്യൂട്ടി, എല്ലാ ഡോക്ടർമാർ സ്റ്റേ ഡ്യൂട്ടി ഉള്ള അനസ്തറ്റിസ്റ്റും പീഡിയാട്രീഷ്യനും സ്റ്റേ ഡ്യൂട്ടിയുള്ള സ്ഥലത്ത് മാത്രമേ ഡെലിവറി എടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഡെലിവറി റൂമിൻ്റെ തൊട്ടടുത്ത് ഒരു ശസ്ത്രക്രിയ മുറി, ഓപ്പറേഷൻ തിയേറ്റർ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ഒരു അപ്പോഴും സമ്പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല, ഒരു പ്രശ്നങ്ങളുമില്ലാതെ ഡെലിവറി നടക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടാണ് ഇവർ സമരം ചെയ്യുന്നത്. അപ്പോൾ അത് അവർ സിസ്റ്റം നന്നാക്കാൻ വേണ്ടിയിട്ടാണ് അവർ സമരം ചെയ്യുന്നത്. അതിന് കേരളത്തിലെ ഇവിടെ 2016 ശമ്പള വർധന പാവങ്ങൾ ആവശ്യപ്പെടുന്നില്ല. അവരാവശ്യപ്പെടുന്നത് ശമ്പളത്തിന്റെ കുടിശ്ശികയാണ്. ശമ്പളം കിട്ടണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ നെടുമങ്ങാട് തെറ്റ് ചെയ്ത ഒരു ഡോക്ടർ കൈക്കൂലി വാങ്ങി ചെയ്ത പണിക്ക് പോലും ആത്മാർത്ഥത കാണിക്കാതെ വൃത്തികേട് കാണിച്ച് ഒരു ജീവിതം ഇപ്പോൾ ഈ പറയുന്ന നേരത്തെ ജനനേന്ദ്രിയത്തിൽ പ്രശ്നം കട്ടുണ്ടാക്കിയ ആ വീട്ടമ്മ അവർ സാമ്പത്തിക അടിത്തറ തകർന്നു. മൈക്രോ ഫിനാൻസിൽ ലോൺ എടുത്ത് ചികിത്സിച്ചു. സർക്കാർ ഒരു 5 നയാ പൈസയുടെ സഹായം അവർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ജീവിതം നാനാവിധമാക്കി കുഞ്ഞിനെ അക്ഷരാർത്ഥത്തിൽ കൊലയ്ക്ക് കൊടുത്തു എന്ന് പറയാവുന്ന രീതിയിൽ പ്രശ്നമുണ്ടാക്കിയ, അത് തെറ്റായിരുന്നു എന്ന് കണ്ടെത്തിയ ഒരു ഡോക്ടർക്ക് വേണ്ടിയാണ് ഈ കേരളത്തോട് യുദ്ധം പ്രഖ്യാപിക്കുന്നത്. ആറ്റുകാൽ പൊങ്കാല പ്രധാനപ്പെട്ട ദിവസം ഡ്യൂട്ടി ബഹിഷ്കരിക്കുന്ന പറയുക, അതെന്ത് മര്യാദയാ ശ്രീ എൻ.എം. അരുൺ? പൊങ്കാലയായാലും വേറെ ഏത് ഒരു കുട്ടികളുടെ ഒരു ശാസ്ത്രമേളയാണെങ്കിലും എല്ലാത്തിനും ഡോക്ടർമാർ വേണം, ശരിയാണ്. പക്ഷെ ആ ഡോക്ടർമാരുടെ ആവശ്യങ്ങൾക്ക് ഒരു അനുതാപപൂർവമായിട്ടുള്ള ഒരു സമീപനം സമൂഹവും സർക്കാരും കൊടുക്കേണ്ടതല്ലേ? കുറ്റക്കാരിയായ ഒരു ഡോക്ടർക്ക് വേണ്ടിയാണ് ഈ പണഹദ്ദുരി മുഴക്കൽ. എന്തുകൊണ്ടാണ് കുറ്റക്കാരിയായ ഒരു ഡോക്ടർക്ക് വേണ്ടിയാണ് ഈ പണഹദ്ദുരി മുഴക്കൽ? ഒരു അനുതാപം ഉണ്ടാവില്ല ആ സമരത്തോട്. കേസുണ്ടായത് കുറ്റക്കാരിയായ ഡോക്ടർക്ക് വേണ്ടിയാണ് ഈ പണഹദ്ദുരി മുഴക്കൽ, യുദ്ധപ്രഖ്യാപനം. ഒരു അനുതാപം ഉണ്ടാവില്ല. കേരളത്തിലെ സിസ്റ്റം ഇനിയും മോശമാവുകയുള്ളൂ. മാധ്യമപ്രവർത്തകർ വന്നിട്ട് ചികിത്സിക്കേണ്ടി വരും. നമ്മൾ ചികിത്സിക്കുന്നില്ല. അതായത് നമ്മൾ ലോകാരോഗ്യ സംഘടന പറയുന്ന എല്ലാ മാർഗരേഖ പ്രകാരം മാത്രമേ ഇവിടെ ഇനി ചികിത്സ നടക്കുള്ളൂ എന്ന് KGMI KGMCT തീരുമാനിച്ചാൽ ഒരു ചികിത്സയും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. ആ മാർഗരേഖ ഇവിടെ ഒരിക്കലും പാലിക്കപ്പെടുന്നില്ല. ഒരു 6 രോഗികൾക്ക് ഒരു നേഴ്സ് വേണമെന്നതിന് പകരം 60 രോഗികൾക്ക് ഒരു ഡോക്ടറാണേ ഉള്ളൂ, ഒരു നേഴ്സേ ഉള്ളൂ. അതുപോലെ തന്നെ 1000-ലധികം വേക്കൻസീസാണ് മെഡിക്കൽ കോളേജിലുള്ളത്. അതുപോലെ നേഴ്സുമാരുടെ വേക്കൻസീസും 1000-2000 വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ അത്രയും വേക്കൻസിയിൽ ഉള്ളപ്പോൾ ചോര നീരാക്കി പണിയെടുക്കുന്ന ഡോക്ടർമാർക്കെതിരെ നോൺ കോംപ്ലിക്കേഷൻസ്, ഞാൻ ആർട്ടറി ഫോസെപ്സ് മറന്നു വെച്ചതിനെ കുറിച്ചല്ല, അതൊരു എററാണ്, തെറ്റാണ്. മറ്റതെല്ലാം നോൺ കോംപ്ലിക്കേഷനാണ് നിങ്ങൾ പറയുന്ന പലതും. നോൺ കോംപ്ലിക്കേഷൻ നമ്മൾ പുസ്തകത്തിൽ പഠിക്കുന്ന സാധനമാണ്. ഒരു 100 കേസിൽ ഒന്നിനിങ്ങനെ കോംപ്ലിക്കേഷൻ വരും. അത് ഉണ്ടാവാതിരിക്കാൻ മാക്സിമം കരുതൽ വരുത്തിയാലും 100-1 അല്ലെങ്കിൽ 1000-1 കോംപ്ലിക്കേഷൻ വരും. ആ കോംപ്ലിക്കേഷൻ എങ്ങനെ പിഴവാവുക? കോംപ്ലിക്കേഷൻ പിഴവാണെങ്കിൽ നമ്മൾ ഒരു ചികിത്സയും ചെയ്യേണ്ട, ഓപ്പറേഷൻ വേണ്ട, നമുക്ക് റോഡിൽ ഇറങ്ങിയാൽ വണ്ടി തട്ടി മരിക്കാം. അതുകൊണ്ട് നമ്മൾ റോഡിൽ ഇറങ്ങേണ്ട തീരുമാനിക്കാൻ പറ്റും. അങ്ങനെ ഡോക്ടർമാർക്ക് വേണ്ടി നടത്തിയ അന്വേഷണത്തിൽ ബിന്ദു സുന്ദറിന് പിഴവ് സംഭവിച്ചു അന്വേഷണ റിപ്പോർട്ടിലുള്ള കാര്യമാണ്. അന്വേഷണ റിപ്പോർട്ടിലുള്ള കാര്യമാണ്. അവർ കൈക്കൂലിക്കാരിയാണെന്ന് ഒന്നല്ല, രണ്ട് തവണ പറയലാണ്, പരാതിക്കാർ പറയലാണ്. അങ്ങനെ പണം വാങ്ങിയിട്ടും ഈ പറയുന്ന രീതിയിൽ മര്യാദയോട് കാണിക്കുന്നു ആരോപണമുള്ള ഡോക്ടർക്ക് വേണ്ടിയാണ് ഇവർ തെരുവിലിറങ്ങുന്നത്. ഒരു ന്യായം വേണ്ടേ? നിങ്ങൾക്ക് ശമ്പളം കിട്ടണം, അല്ലെങ്കിൽ ഡോക്ടർമാർ ശമ്പളം കിട്ടണം, നോ ഡൗട്ട്. നിങ്ങൾ ഈ പറയുന്ന ഡോക്ടർമാരുടെ കുറവ്, ജീവനക്കാരുടെ കുറവ്, സിസ്റ്റം പരാജയം, വീണ ജോർജ് മറുപടി തർക്കമില്ല. ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ തന്നെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ അവിടെ സമരത്തിലാണ്. ഇപ്പോൾ നെടുമങ്ങാട് OP ബഹിഷ്കരണമാണ്.
24-ാം തീയതി എന്താണ് ജില്ലാ തലത്തിൽ ഒ പി ബഹിഷ്കരിക്കും, എന്നിട്ട് സംസ്ഥാനം മൊത്തം ഒ പി ബഹിഷ്കരിക്കുന്ന പറയുന്നത്. ആ തിരുവനന്തപുരത്തെ പാവം രൂപകൾ എങ്ങോട്ട് പോകും? സിസ്റ്റം ഫെയിലിയർ കൊണ്ട് ഒരു ഗർഭസ്ഥ ശിശു മരിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടറെ കൈകാര്യം ചെയ്യാണ് ചെയ്തത്. അപ്പൊ പിന്നെ സമരം ചെയ്യാതിരിക്കോ? അത് ജനങ്ങളെ ബന്ദിയാക്കാണ്, അത് ഈ പാവങ്ങളെ ബന്ദിയാക്കാണ്. ഈ പാവങ്ങൾ എങ്ങോട്ട് പോകും? അല്ലെങ്കിൽ തന്നെ 4ാമതുമായി കിടക്കുന്ന സിസ്റ്റത്തിൽ നട്ടം തിരിയുന്ന മനുഷ്യൻ ഡോക്ടർമാരുടെ ഒ പി കൂട്ടിയിട്ട് എങ്ങോട്ട് പോകും സാറേ? പ്രസവ മുറിയിൽ നിന്ന് ഇവിടെ സ്വകാര്യ ആശുപത്രിയോട് പോകാൻ പണമുള്ള എത്ര പേരുണ്ട് ഇവിടെ? കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ സിസ്റ്റം ശരിയാക്കണം, അതിനുവേണ്ടി ഞാൻ സമരം ചെയ്യുന്നത്. ഓക്കെ, ശരി. ശ്രീ ജാസ്മിൻ ഷാ, ഇവിടെ ഡോക്ടർമാര് ഈ ആരോഗ്യ രംഗം മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. ഓക്കെ, ശ്രീ ജാസ്മിൻ ഷാ, നമ്മളാരും കരുതിക്കൂട്ടി അവിടെ ആർട്ടറി ഫോസപ്സ് നിക്ഷേപിക്കണമെന്നോ ഗർഭസ്ഥ ശിശു മരിക്കണമെന്നോ കൊല്ലണമെന്നോ ആരും തീരുമാനിക്കുന്നില്ലല്ലോ. ഇതിപ്പോൾ ഒരു കാലനില്ലാത്ത കാലം മാതിരിയാണ്. ഇത് തെരഞ്ഞെടുപ്പ് കാലമായതോടുകൂടി ഡോക്ടർമാർ മാത്രം കാലൻ, വേറെ കാലന്മാരൊന്നുമില്ല. ആശുപത്രിയിൽ പിഴവില്ലാതെ ആർക്കും മരിക്കില്ല എന്നുള്ള രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോയാൽ ഇവിടെ ആരോഗ്യരംഗത്ത് ആർക്കും പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഡോക്ടർ NM അരുൺ, ഇവിടെ ശരി ശമ്പളം കിട്ടിയില്ല, അല്ലെങ്കിൽ നഴ്സുമാർ കുറവുണ്ട്, അത് കാരണം ഒരു കത്രിക വാറ്റത്തിട്ട് തുന്നിയതിനെ ന്യായീകരിക്കല്ലേ? അത് പിഴവാണ്. ന്യായീകരിച്ചിട്ടില്ല. പക്ഷേ പിഴവ് ഞാൻ പറഞ്ഞല്ലോ, പിഴവും നോൺ കോംപ്ലിക്കേഷൻസ് രണ്ടാണ്. പിഴവ് തന്നെയാണ്. പക്ഷെ അതിലും എന്തുകൊണ്ടുണ്ടായി നമുക്ക് പഠിക്കണം. അതിൽ നമുക്കറിയാം ഫ്ലോർ നേഴ്സ് എവിടെയില്ല. ആരോഗ്യമന്ത്രി വരുന്നു, ഫ്ലോർ നേഴ്സ് ഇല്ലാതെ സർജറി വേണ്ടെന്നെല്ലാം പറഞ്ഞാൽ പിന്നെ ഇവിടെ സർജറി നടക്കില്ല. അങ്ങനെ ചെയ്യാം, അതാണ് നല്ലത്. ഇപ്പോൾ ഒരു ഒ പിയിൽ, ഇപ്പോൾ നേരത്തെ ഒരു ചർച്ചയിൽ പറയുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 3000 പേര് ഓരോ ഒ പിയിൽ ഒരു ദിവസം കാണുന്നു എന്ന്. അപ്പോൾ ഒരു ഡോക്ടർ 1 മിനിറ്റിലാണ് പേഷ്യനെ കാണുന്നത്. ലോകാരോഗ്യ സംഘടന പറഞ്ഞത് 10 മിനിറ്റെങ്കിലും വേണം. 10 മിനിറ്റിൽ കണ്ടാൽ മതി. അല്ലെങ്കിൽ അത്ര ഡോക്ടർമാരെ നിയമിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.